1891 ഡെൻമാർക്കിലെ ജട്ട്ലൻഡ് പ്രദേശത്തെ ഒരു ചെളിക്കുളത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു വെള്ളിപ്പാത്രം ഇന്ന് ലോക പുരാവസ്തുശാസ്ത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഏകദേശം 2000 വർഷം പഴക്കമുള്ള ഈ പാത്രം, ഗണ്ടസ്ട്രപ്പ് പാത്രം, ഒരു അതിശയകരമായ ദേവീരൂപം ഉൾക്കൊള്ളുന്നു. ഗണ്ടസ്ട്രപ്പ് കോൾഡ്രൺ 1 അല്ലെങ്കിൽ 2 നൂറ്റാണ്ട് BC കാലഘട്ടത്തിലേതാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. പൂർണ്ണമായും വെള്ളിയിൽ നിർമ്മിച്ച ഈ വമ്പൻ പാത്രം 13 പ്രത്യേക പാനലുകൾ കൊണ്ട് ഘടിപ്പിച്ചിരിക്കുന്നു. ഓരോ പാനലിലും ദേവന്മാരുടെയും യുദ്ധരംഗങ്ങളുടെയും ചടങ്ങുകളുടെയും ചിത്രങ്ങൾ കൊത്തിയിരിക്കുന്നു. ചില കലാശൈലികൾ കെൽട്ടിക് പാരമ്പര്യത്തെയും ചിലത് ബാൾക്കൻ പ്രദേശങ്ങളിലെ ത്രേഷ്യൻ ശൈലിയെയും ഓർമ്മിപ്പിക്കുന്നു. ഈ പാത്രത്തിലെ ഒരു സ്ത്രീ ദേവീരൂപം ഗവേഷകരുടെ പ്രത്യേക ശ്രദ്ധ നേടിയിട്ടുണ്ട്. പത്മസദൃശ്യമായ സിംഹാസനത്തിലിരിക്കുന്നതുപോലും ഇരുവശങ്ങളിലും മൃഗങ്ങളുടെ സാന്നിധ്യവുമുള്ള ഈ രൂപം ഭാരതീയ ഗജലക്ഷ്മി സങ്കല്പവുമായി ചിലർക്ക് സാമ്യമുള്ളതായി തോന്നുന്നു. ഗജ എന്നത് സംസ്കൃതത്തിൽ ആന എന്നർത്ഥം. ഗജലക്ഷ്മി എന്നത് പത്മത്തിലിരിക്കുന്ന ലക്ഷ്മി ദേവിയെ ഇരുവശങ്ങളിലും ആനകൾ ജലമൊഴിച്ച് അഭിഷേകം ചെയ്യുന്ന രൂപമാണ്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഈ ദേവീരൂപം ഇന്നും ഇന്ത്യയിൽ വ്യാപകമായി ആരാധിക്കപ്പെടുന്നു. ഗജലക്ഷ്മിയുടെ ഏറ്റവും പുരാതന ദൃശ്യങ്ങളിലൊന്നാണ് ഭാർഹട്ട് സ്തൂപത്തിലെ ശില്പം. ഇത് 2 നൂറ്റാണ്ട് BC കാലഘട്ടത്തിലേതാണ്. ഇൻഡോ ഗ്രീക്ക് രാജാവായ അസിലിസസ് പുറത്തിറക്കിയ നാണയങ്ങളിലും ഗജലക്ഷ്മി രൂപം കാണപ്പെടുന്നു. ശ്രീലങ്കയിലെ അനുരാധപുരയിൽ കണ്ടെത്തിയ ആദ്യ നൂറ്റാണ്ട് AD നാണയങ്ങളിലും സമാന രൂപങ്ങൾ കാണാം. ഇത് ഗജലക്ഷ്മി സങ്കല്പം ഇന്ത്യക്കകത്തും പുറത്തും വ്യാപിച്ചിരുന്നതിന്റെ തെളിവായി കണക്കാക്കപ്പെടുന്നു. ക്രിസ്തുവിന് മുമ്പുള്ള നൂറ്റാണ്ടുകളിൽ ഇന്ത്യയും യൂറോപ്പും തമ്മിൽ സജീവമായ വ്യാപാര ബന്ധമുണ്ടായിരുന്നു. മസാലകളും രത്നങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്ത ഇന്ത്യ ഗ്രീക്ക് റോമൻ ലോകവുമായി ഇടപെടലിൽ ഏർപ്പെട്ടിരുന്നു. വ്യാപാര പാതകളിലൂടെ സാധനങ്ങൾ മാത്രമല്ല, ആശയങ്ങളും കലാരൂപങ്ങളും മതചിഹ്നങ്ങളും യാത്ര ചെയ്തിരുന്നു. അതിനാൽ ചില ചിഹ്നങ്ങൾ ദൂരദേശങ്ങളിലേക്ക് പടർന്നതാകാം. സംസ്കൃത സാഹിത്യത്തിലെ മഹാകവി കാളിദാസ തന്റെ കൃതികളായ രഘുവംശ, മേഘദൂത എന്നിവയിൽ സമൃദ്ധിയുടെയും ലക്ഷ്മിയുടെയും സങ്കല്പങ്ങളെ പരാമർശിക്കുന്നു. തമിഴ് സംഘം സാഹിത്യഗ്രന്ഥങ്ങളായ നെടുനൽ വാടൈ, കലിത്തൊകെ എന്നിവയിലും ഗജലക്ഷ്മി രൂപത്തിന്റെ വിവരണം കാണാൻ കഴിയും. ഇത് ദേവീ സങ്കല്പം ദക്ഷിണേഷ്യയിൽ വ്യാപകമായിരുന്നതിന്റെ സൂചനയാണ്. ഇന്ന് ഗണ്ടസ്ട്രപ്പ് പാത്രം ഡെൻമാർക്കിലെ ദേശീയ മ്യൂസിയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗവേഷകർ ഇന്നും ഇതിന്റെ ഉത്ഭവവും അർത്ഥവും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡെൻമാർക്കിൽ കണ്ടെത്തിയ ഈ ദേവീരൂപം ഗജലക്ഷ്മിയാണോ, അല്ലെങ്കിൽ സമാന സങ്കല്പങ്ങളുടെ യാദൃശ്ചിക സാദൃശ്യമോ? ചരിത്രം എല്ലായ്പ്പോഴും വ്യക്തമായ ഉത്തരങ്ങൾ നൽകില്ല, പക്ഷേ അത് നമ്മെ ചോദിക്കാൻ പ്രേരിപ്പിക്കും. പുരാതന ലോകം ഇന്ന് നാം കരുതുന്നതിലേറെ ബന്ധപ്പെട്ടു കിടന്നിരുന്നിരിക്കാം.